ലീനയോട് മാപ്പ് പറഞ്ഞ് സ്റ്റാൻലി അങ്ങനെ പ്രിയ പ്രേക്ഷകരെ കൂട്ടുകാരെ സ്റ്റാലിൻ്റെ മനസ്സിൽ കുറ്റബോധം ഉണരുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീന ഫോണിലൂടെ നമ്മുടെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, അതായത് അച്ഛൻ്റെ മദ്യപാനം നിർത്തണമെന്നും എന്തിനാണ് ആവശ്യമില്ലാതെ കുടിക്കുന്നതെന്നും അലീന സ്റ്റാലിന്ന് ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്. അച്ഛൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, അവരെ അച്ഛൻ മദ്യപിച്ച് ചെന്ന് എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു. കൃഷ്ണമോളാണെങ്കിൽ സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായി എന്ന് പറയുന്നു. ഇനി കുടിക്കല്ലേ എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ പറയാണ്, ഇല്ല മോളെ, ഇന്നലെ അച്ഛൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഒന്ന് വിട്ടുപോയി, അപ്പോൾ അല്പം ധൈര്യത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ അലീന പറയുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ ഒരാൾ ഏത് നേരവും മദ്യപാനം തന്നെയാണ്, ഇനി അച്ഛനും കൂടി അങ്ങനെ തുടങ്ങല്ലേ എന്ന് പറയുന്നു. അതായത് എൻ്റെ സഹോദരങ്ങൾക്ക് അച്ഛനല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. അമ്മയുടെ കാര്യം പിന്നെ നോക്കിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അമ്മ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കണക്ക് തന്നെയാണ്. അച്ഛൻ വേണ്ടേ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്? ആ ഒരു ചിന്ത അച്ഛന് വേണമെന്ന് ഞാൻ പലതവണയും പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, മോളെ തെറ്റുപറ്റിപ്പോയി, ഇനി അച്ഛൻ കുടിക്കില്ല എന്ന് പറയുന്നു. കൃഷ്ണമോൾക്കത് വലിയൊരു വിഷമമായി മാറിയച്ച എന്ന് പറയുമ്പോൾ, അത് ഞാൻ അവളോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. ഇവിടെ പപ്പ ഭയങ്കര മദ്യപാനമാണ്, ഇനി പപ്പയുടെ മാർഗത്തിലേക്ക് അച്ഛനും കൂടി വന്നു കഴിഞ്ഞാൽ ആകെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഒരു കണക്കിനാണ് ഞാൻ പപ്പയെ എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അച്ഛനും അവിടെ എനിക്ക് പ്രഷർ തരല്ലേ എന്ന് പറയുമ്പോൾ, മോളെ, അച്ഛനിനി കുടിക്കില്ല എന്ന് പറയുന്നു. കൂടാതെ കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിക്കണമെന്ന് അലീന ബാലചന്ദ്രനോട് പറയുമ്പോൾ, അതൊക്കെ കൃഷ്ണമോൾ കൃത്യമായിട്ട് തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഞാനത് അവളെ എപ്പോൾ വിളിച്ചാലും ഓർമ്മിപ്പിക്കാറുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ സന്തോഷത്തോടെ ഇരിക്കുക, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് നേരിടാമെന്നേ, എല്ലാത്തിനെയും നേരിടാനല്ലേ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ശരി മോളെ, നിൻ്റെ പപ്പയുടെ കാര്യം എന്തായി എന്ന് പറയുന്നു. പപ്പയാണെങ്കിൽ ഭയങ്കര വാശിയിലാണെന്നേ, വലിയ മാറ്റമൊന്നുമില്ല, ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് തോന്നുകയാണ് എന്ന് പറയുന്നു. അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ നിൽക്കുന്നതിനേക്കാളും അച്ഛൻ്റെ അവിടെ വേലക്കാരിയായി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുകയാണ്. എൻ്റെ മോളെ, എല്ലാം ശരിയാകുമെന്നേ, കേണൽ മാറിക്കോളും, നീ മാറ്റിയെടുത്തോ, അതൊക്കെ പതിയെ വഴിയെ ശരിയായി വരും എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും. പക്ഷേ പപ്പ അണുവിട അനങ്ങുന്നില്ല, മുന്നോട്ട് ചലിക്കുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നേ, നീ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം ശരിയച്ച എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന ഫോൺ വയ്ക്കുകയാണ് എന്ന് കാണാം. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, അലീന സംസാരിക്കുന്നതെല്ലാം ആര് കേൾക്കുന്നു? നമ്മുടെ സ്റ്റാൻലി കേൾക്കുന്നു. മോളെ, ഈ വീട്ടിൽ നിനക്ക് ഒന്നും തോന്നുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്റ്റാൻലി ചെല്ലുന്നത്. എന്താ പപ്പ, എന്ത് തോന്നാനായി ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷവും തോന്നുന്നില്ല, കൂടുതലും ഒറ്റപ്പെടൽ തന്നെയാണ് തോന്നുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്.
അതായത് ഒരു വീട്ടുജോലിക്കാരി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാളും ആയിരുന്നു. ഇവിടെ വന്ന് പിന്നെ യാതൊരു കാര്യവും ചെയ്യേണ്ട എന്നുള്ള ഒരു ഇതാണല്ലോ പപ്പയിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരുപാട് ബോറടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെയാണെങ്കിൽ പപ്പയുടെ മദ്യപാനം. പപ്പ എന്നെ ഒരിക്കലും ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് നിന്നിട്ടില്ല. അവിടെ മറിച്ച് തൻ്റെ അച്ഛനാണെങ്കിൽ താൻ പറയുന്നത് കേൾക്കുകയും താൻ പറയുന്നത് അനുസരിക്കുകയും തനിക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഏതാണ്ട് തൻ്റെ സ്വന്തം പപ്പ എന്ന രീതിയിലാണ് തന്നെ സ്നേഹിച്ചത്, തന്നെ കൊണ്ടു നടന്നത്, തന്നെ വാത്സല്യം തന്നത്, തന്നെ കൊഞ്ചിച്ചത് എന്ന് പറയുന്നു. ഇതേ സമയം അത് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് എന്ന് സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ്. മിസ്റ്റർ മേനോൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഉവ്വ എന്ന് പറയുന്നു. അതാണ് മോളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അതായത് തൻ്റെ ഭാര്യ വേറെ രീതിയിൽ ജനിച്ച കുഞ്ഞിനെ ഏതെങ്കിലും ഭർത്താവ് ഇങ്ങനെ ശ്രദ്ധിക്കുകയോ സ്നേഹിക്കുകയോ കൂടെ പിടിക്കുകയോ കൂടെ നിർത്തുമോ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയം അവിടെയാണ് ബാലചന്ദ്രൻ എന്ന എൻ്റെ അച്ഛൻ നേരെ വ്യത്യസ്തനാവുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അതും എനിക്കൊരു വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. നിന്നെ സുരക്ഷിതമായി അയാൾ, അതായത് മേനോൻ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് അയാളുടെ വലിയ മനസ്സ് തന്നെയാണ് എന്ന് പറയുന്നു. അത്രയൊന്നും ഈ പപ്പയ്ക്ക് ആവാൻ കഴിയാത്തതിന് സോറി എന്ന് പറയുകയാണ്. എന്തായാലും പപ്പ മാറാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നിരുന്നാലും മിസ്റ്റർ മേനോൻ്റെ അത്രയാവാൻ തന്നെ കൊണ്ട് സാധിക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. പപ്പയായിട്ട് ഇരുന്നാൽ മതി. അതായത് എൻ്റെ വാക്ക് കേൾക്കുക, എന്നെ കുറച്ച് സ്നേഹിക്കുക, എല്ലാവരുടെയും വാക്ക് കേൾക്കുക, പരിഗണിക്കുക. പപ്പയുടെ ഇഷ്ടത്തിന് തീരുമാനം എടുത്തോളൂ, അതിനൊന്നും തെറ്റ് പറയുന്നില്ല. പക്ഷേ എല്ലാവരെയും ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കണം. അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ അധികാരമോ പണമോ പവറോ ഒന്നും തന്നെ വേണ്ട. എനിക്ക് സ്നേഹം മാത്രം മതി എന്ന് പറയുന്നു. വേറെ ഒരു സാധനവും എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നു. തന്നെ കേൾക്കാൻ, തന്നെ കൊഞ്ചിക്കാൻ, തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരു പപ്പയെയാണ് ആവശ്യം, അല്ലാതെ സമ്പന്നനായ പപ്പയല്ല എന്ന് പറയുന്നു. എൻ്റെ പപ്പയ്ക്ക് ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, സ്നേഹമുണ്ടായാൽ മതി എന്ന് അലീന പറയുന്നു. സ്റ്റാൻലി പുതിയൊരു പാഠം അലീനയിൽ നിന്നും പഠിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്